പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് 3 പാർട്ടായിട്ടാണ് പുതിയ ഒരു ട്യൂണിംഗ് പ്രീയുടെ സിസ്റ്റം പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓപ്പാമ്പ് തിയറി വെച്ചിട്ടുള്ള ഒരു ഫ്രീക്വൻസി സെറ്റപ്പാണ്. ലോ, ഹൈ, മിഡ് അല്ലെങ്കിൽ ബാൻഡ് പാസ് എന്ന് പറയും. ഇതിലാദ്യം ഹൈ ഫ്രീക്വൻസിയെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു കപ്പാസിറ്റർ റെസിസ്റ്ററും ഇൻവെർട്ട് ഏരിയയിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്യണം. ഫ്രീക്വൻസിക്ക് വരുന്ന മാറ്റം കണ്ടോ? ലോ ഫ്രീക്വൻസി എടുക്കുന്നില്ല, ഹൈ ഫ്രീക്വൻസിയാണ്. ഇത് സ്വിച്ച് ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും ഇവിടെ ഹൈ ഫ്രീക്വൻസി തന്നെയാണ് എടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞുതരാം. നിലവിലുള്ള ഓപ്പാമ്പ് തിയറി പ്രകാരം ഒരു ലോ വാല്യൂ കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസി കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് ഇനി വോൾട്ടേജ് ഫോളോവറിലായാലും ശരി, നോൺ ഇൻവെർട്ടറിലായാലും ഇൻവെർട്ടറിലായാലും ലോ വാല്യൂ കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഇത് ഫീഡ്ബാക്ക് നോൺ ഇൻവെർട്ടർ ഗെയിൻ ടൈപ്പ് സർക്യൂട്ട് ആയതുകൊണ്ട് ഈ ഫ്രീക്വൻസിക്ക് ഗെയിൻ കൂടും. 100K പ്രീസെറ്റ് ഉപയോഗിക്കാം. അതൊക്കെ. അപ്പോൾ ലോ ഫ്രീക്വൻസി അല്ല ഹൈ ഫ്രീക്വൻസി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആ സ്വിച്ച് അടിക്കുന്നതിന് മുമ്പുള്ള സൗണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ഹൈ ഫ്രീക്വൻസി അത് ഇൻക്രീസ് ആയിട്ട് ഗെയിൻ കൂടി കേൾക്കുന്നു? അതിനെക്കുറിച്ച് നോക്കാം. ഇതാണ് ആ സർക്യൂട്ട്. പഴയതുപോലെ തന്നെ നോൺ ഇൻവെർട്ടർ തിയറിയിൽ ഒരു ലോ വാല്യൂ കപ്പാസിറ്റർ കൊടുത്തിട്ട് 5K6 റെസിസ്റ്റർ, ഇൻവെർട്ടർ സെക്ഷൻ ഓക്കെ, നോൺ ഇൻവെർട്ടർ 100K പ്രീസെറ്റും 100 PF കൊടുത്ത് ഫീഡ്ബാക്ക് എല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹൈ ഫ്രീക്വൻസി നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ തിയറി പ്രകാരം ഹൈ ഫ്രീക്വൻസി ഔട്ടാവുന്നുണ്ടെങ്കിലും അതിന് ഗെയിൻ വളരെ കുറവായിരിക്കും, നോൺ ഇൻവെർട്ടർ കൊടുത്താലും ഇൻവെർട്ടർ കൊടുത്താലും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഇൻവെർട്ടർ പോയിൻറ്റിൽ സാധാരണ നമ്മൾ നോൺ ഇൻവെർട്ടർ തിയറി പ്രകാരം ഒരു മൈനസിലോട്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗെയിൻ അവിടെയാണ് ഞാനിവിടെ ഒരു 10NF 5K6 പോളിസ്റ്ററും കൂടെ കണക്ട് ചെയ്തിട്ട് ആ ഹൈ ഫ്രീക്വൻസി നിർമ്മിച്ചിട്ടുള്ളത്, എക്സ്ട്രാ ഹൈ. അപ്പോൾ ആ ഗെയിൻ ഡയറക്റ്റ് ഇവിടെ റെസിസ്റ്ററോ ഹൈ വാല്യൂ കപ്പാസിറ്റർ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ബേസ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്, അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒറിജിനൽ ഫേസിലുള്ള ഒരു വോയിസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഞാനിവിടെ വളരെ ലോ ആയിട്ടുള്ള 10NF മാത്രമാണ് ഇതുവഴി കണ്ടക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ വോൾട്ടേജ് ഡിവൈഡർ സെക്ഷനിൽ ഒരു ഹൈ ഫ്രീക്വൻസിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കേട്ടത്. ഇതാണ് ഹൈ ഫ്രീക്വൻസി. ഇനി ലോ ഫ്രീക്വൻസി തിയറി ഉണ്ട്, ബാൻഡ് പാസ് തിയറി ഫ്രീക്വൻസി ഉണ്ട്. അതാണ് നമ്മൾ മിഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു 4 ലെയറിൻ്റെ ഒരു സർക്യൂട്ട് വരുന്നുണ്ട്. സബ് വൂഫർ ഫിൽറ്റർ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതെല്ലാവരും ഫോളോ ചെയ്യണം.